ഹായ് ഫ്രണ്ട്സ്, ഇന്നെനിക്ക് ഓഫാണേ. അപ്പം ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ഫ്ലമിംഗോ മോൾ കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മോളിലേക്ക് പോകുന്നത്. ഞങ്ങൾ 4 പേർക്കും ഈ മോളിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പോകണതാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോളാണിത്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്ന കുറേ സ്ഥലങ്ങൾ, പിന്നെ വലിയൊരു ബോളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇങ്ങനെ ബലൂൺസൊക്കെ വീർപ്പിച്ചിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ കേട്ടോ. നിങ്ങൾ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കാണണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ടൈമൊക്കെ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആദ്യം ഞങ്ങളൊരു ഷോപ്പിൽ കയറി. ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ഉള്ള നമുക്കിങ്ങനെ കുറച്ച് നമ്മുടെ പൊടികളൊക്കെ ഇല്ലേ, പൊടികളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ചിപ്പുകൾ, അതുപോലെ തന്നെ ചായയും കാപ്പി കുടിക്കാനുള്ള കപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഗ്ലാസിൻ്റെ ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ അതിന് ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ 1-2 പേര് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോകാനായിട്ട് വാങ്ങാൻ പറ്റിയ 3 റിയാലിനൊരു കടയുണ്ട്. അവിടെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്ലൈഡുകളും ക്ലിപ്പുകളും നെയിൽ പോളിഷ്, പിന്നെ ചെറിയ ചെറിയ വൈപ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങാൻ പോയി. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ കിട്ടും നമുക്ക് ഇതൊക്കെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയത് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോയത് 10 റിയാലിന് ചെരുപ്പുണ്ടെന്ന് കണ്ടിട്ടാണ്. നമ്മൾ മലയാളീസ് അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ വാങ്ങാൻ വേണ്ടി ഓടിപ്പോണ ടീംസാണല്ലോ. അവിടെ പോയി കഴിഞ്ഞപ്പം നല്ല അടിപൊളി ഷൂ ഒക്കെ വാങ്ങിച്ചു. അതിന് എത്ര ചെറിയ റേറ്റ് എന്തോ ഉള്ളൂ, 22 റിയാലോ അതിനെന്തോ. നല്ലൊരു ഷൂ വാങ്ങിച്ചു, ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇടാൻ പറ്റിയത്. അത് മാത്രമൊന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള കുറേ ചെരുപ്പുകളുണ്ട് അവിടെ. ഫാൻസി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് 1-2 ജ്വല്ലറീസ് കണ്ടു. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പുറത്തുനിന്നൊക്കെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പോയി. ഞങ്ങൾ കൂടുതലൊരുത്തി ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കമ്പനിയുടെ പേരും നമുക്കറിയൊന്നുമില്ല. അങ്ങനെ അങ്ങ് വാങ്ങാൻ പോയി. കൊളായിട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് 5 റിയാലിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ 3-4 എടുത്തിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് ഇടാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും. പിന്നെ എൻ്റെ കൂടെയുള്ള ഒരുത്തി വന്നിട്ട് ഇങ്ങനെ ജീൻസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. കൊള്ളാവോ, സൈസൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട്. കുറേ ടോപ്സൊക്കെ ഉണ്ട് അവിടെ, കുറേ ടോപ്സും അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക ടീഷർട്ട്സൊക്കെ ഉണ്ട്. അവളത് കഴുത്തിലൊക്കെ വെച്ചിട്ടാണ് സൈസൊക്കെ നോക്കണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും വേറെ ഷോപ്പിൽ കയറി. അവിടെ ഇതുപോലത്തെ നല്ല ടോപ്സൊക്കെ ഉണ്ട്, നല്ല പാൻറ്റുകളൊക്കെ ഉണ്ട്, നല്ല വെസ്റ്റേൺ വെയർസൊക്കെ കുറേ ഉണ്ട് അവിടെ കാണാനായിട്ട്. അവിടെയും ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ, 15 റിയാൽ 20 റിയാൽ അത്രയും റേറ്റിനൊക്കെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടുമേ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ തീർത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.